കെ പി ഗോവിന്ദൻകുട്ടി സ്മാരക വായനശാല അതിന്റെ 57ാമത് വാർഷികാഘോഷം ആൻഫ 2025 എന്ന പേരിൽ വളരെ വിപുലമായി ചെറുളത്തൂരിന്റെ സാംസ്കാരിക ഉത്സവമായിട്ട് നടത്തപ്പെടുകയാണ്. കല മാനവികതയ്ക്ക്, സംസ്കാരം മതനിരപേക്ഷതയ്ക്ക് എന്ന സന്ദേശമാണ് ഈ സാംസ്കാരികോത്സവത്തിലൂടെ ഗ്രാമത്തിനും ആസ്വാദകർക്കും വായനശാല നൽകാൻ പോകുന്നത്. ഇന്ത്യൻ സംസ്കാരത്തെ ഒരു പ്രത്യേക രീതിയിൽ നിർവചിച്ചുകൊണ്ട് ബഹുമുഖ സംസ്കാരത്തെ ഏക സംസ്കാരമാക്കി മാറ്റാനുള്ള നിലപാടുകൾ പല കേന്ദ്രങ്ങളിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആൻഡിഫ 25ന്റെ പ്രസക്തി നിലകൊള്ളുന്നത്. കെ പി ഗോവിന്ദൻകുട്ടി സ്മാരക വായനശാല കോഴിക്കോട് ജില്ലയിലെ കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ അംഗീകരിച്ച എ ഗ്രേഡ് ലൈബ്രറിയാണ്. ആദ്യകാലത്ത് അതിന്റെ ബാലാരിഷ്ടതകൾ മാറ്റി 2000 ആകുമ്പോഴേക്കും അതിന് സ്വന്തമായി സ്ഥലവും കെട്ടിടവും ഒക്കെയുള്ള ഒരു വായനശാലയായി മാറാൻ വേണ്ടി ഈ ഗ്രന്ഥാലയത്തിന് സാധിച്ചിട്ടുണ്ട്. ഏതാണ്ട് 16,000-ഓളം പുസ്തകങ്ങളും അതിനോടനുബന്ധിച്ച് തന്നെ 2 ലൈബ്രറിയന്മാരും ഒക്കെയുള്ള വളരെ സജീവമായ ഒരു ലൈബ്രറിയാണ് കെ പി ഗോവിന്ദൻകുട്ടി സ്മാരക വായനശാല. സംവാദങ്ങൾ, പുസ്തക ചർച്ചകൾ, കലോത്സവങ്ങൾ, വയോജന വേദി, വനിതാ വേദി, ബാലകൈരളി തുടങ്ങി എല്ലാ മേഖലകളെയും അഭിസംബോധന ചെയ്തുകൊണ്ടാണ് വായനശാലയുടെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനോടൊക്കെ അനുബന്ധമായി ഈ പ്രദേശത്തിന്റെ പേര് നമ്മുടെ രാജ്യത്തിന് യശസ്സായി വരുന്ന രീതിയിലേക്ക് മാറിയിട്ടുള്ളത് നേത്രദാനത്തിലൂടെയും അവയവദാനത്തിലൂടെയുമാണ്. 2003 ചെറുളത്തൂർ ഗ്രാമത്തെ നേത്രദാന ഗ്രാമമായിട്ട് പ്രഖ്യാപിക്കുന്നതിന് നേതൃത്വം നൽകിയിട്ടുള്ളത് കെ പി ഗോവിന്ദൻകുട്ടി സ്മാരക വായനശാലയാണ്. അന്ന് മലയാളത്തിന്റെ എഴുത്തുകാരൻ MT ചെറുളത്തൂരിലെത്തുകയും ഈ ചെറുളത്തൂർ ഗ്രാമത്തെ നേത്രദാന ഗ്രാമമായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. 1600ഓളം നേത്രദാന സമ്മതപത്രങ്ങൾ ശേഖരിച്ച ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം 230ഓളം കണ്ണുകൾ ദാനം ചെയ്യാനും 460 പേർക്ക് കാഴ്ചയാവാനും ഈ ഗ്രാമത്തിന് കഴിഞ്ഞു. അതിനെല്ലാം നേതൃത്വം കൊടുത്തിട്ടുള്ളത് കെ പി ഗോവിന്ദൻകുട്ടി സ്മാരക വായനശാലയാണ്. അതിന്റെ തുടർച്ച എന്നുള്ള നിലയിൽ 2013 ഈ നേത്രദാന ഗ്രാമത്തെ അവയവദാന ഗ്രാമമായിട്ട് പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി വിശ്വനർത്തകി ഡോക്ടർ മല്ലിക സാരാഭായ് നമ്മുടെ ഗ്രാമത്തിലെത്തുകയും ചെറുളത്തൂർ ഗ്രാമത്തെ അവയവദാന ഗ്രാമമായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. 2600ഓളം സമ്മതപത്രങ്ങൾ അന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിന് ഈ ഗ്രാമം കൈമാറുകയുണ്ടായി. 17ഓളം ബോഡി ദാനം ചെയ്യുന്ന സമ്മതപത്രങ്ങളും ആ ചടങ്ങിൽ വെച്ച് ഏറ്റുവാങ്ങുകയുണ്ടായി. തുടർന്ന് 4 പേരുടെ ശരീരദാനം, മരണാനന്തരം അവരുടെ ശരീരം വിദ്യാർത്ഥികൾക്ക് പഠനാവശ്യത്തിന് വേണ്ടി വിട്ടുകൊടുക്കാൻ ഈ ഗ്രാമത്തിന് കഴിഞ്ഞു. അങ്ങനെ ശ്രദ്ധേയമായ രീതിയിലേക്ക് വായനശാല പ്രവർത്തനം എന്ന് പറയുന്നത് പുസ്തകം കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുക മാത്രമല്ല, ആ പ്രദേശത്തിന്റെ സംസ്കാരത്തിൽ ഇടപെടുകയും മാറ്റം വരുത്തുകയും ചെയ്യുന്ന ഒരു സ്ഥാപനമായിട്ട് മാറാൻ വായനശാലക്ക് സാധിച്ചു. അതിനെ തുടർന്ന് വായനശാലക്ക് നിരവധി ഉപഹാരങ്ങൾ സ്റ്റേറ്റ് അടിസ്ഥാനത്തിൽ തേടിയെത്തുകയുണ്ടായി. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച സാമൂഹിക ഇടപെടലിനുള്ള, സാംസ്കാരിക ഇടപെടലിനുള്ള സമാധാനം പരമേശ്വരൻ അവാർഡ്, വൈക്കം മുഹമ്മദ് ബഷീർ അവാർഡ് തുടങ്ങി നിരവധി അവാർഡുകൾ വായനശാലയെ തേടിയെത്തുകയുണ്ടായി. വർഷങ്ങളായി പെരിയൽ പഞ്ചായത്തിലെ കേരളോത്സവത്തിൽ കലാരംഗത്ത് ഏറ്റവും കൂടുതൽ പോയിന്റ് വാങ്ങിക്കുന്ന വായനശാലയായി ഈ സ്ഥാപനം മാറുകയുണ്ടായി. അങ്ങനെ ഒരു വായനശാല എന്നുള്ള നിലയിൽ വായനക്കും അതിന്റെ അനുബന്ധ കാര്യങ്ങൾക്കും പുറമെ കല, സാഹിത്യം, അതുപോലെ തന്നെ മറ്റ് നിരവധി കാര്യങ്ങളിലേക്ക് ഇടപെടാൻ കഴിയുന്ന രീതിയിലേക്ക് ഈ വായനശാല വളർന്നിട്ടു. ഈ കേരളത്തിലെ അറിയപ്പെടുന്ന മിക്കവാറും എഴുത്തുകാരെല്ലാം തന്നെ ഈ ഗ്രാമത്തിൽ വായനശാലയുടെ വേദിയിൽ വരികയും ചെറുളത്തൂരിനെ അഭിമുഖീകരിച്ചുകൊണ്ട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. KL കുഞ്ഞഹമ്മദ്, MT വാസുദേവൻ നായർ, ഹമീദ് ചെന്നമംഗല്ലൂർ, വിശാഖൻ മാഷ്, അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത സാംസ്കാരിക പ്രവർത്തകർ ഈ ഗ്രാമത്തിലെത്തി പലപ്പോഴായി
ഈ ഗ്രാമത്തോട് സംസാരിച്ചിട്ടുള്ളൂ. അതെല്ലാം ഈ ഗ്രാമത്തിന്റെ വലിയ അഭിമാനങ്ങളായി ഞങ്ങൾ കാണുകയാണ്. അതിനെല്ലാം നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ വായനശാലക്കാണ്. അത് അഭിമാന പുരസ്സരം ഓർമ്മിക്കുന്നു. അതോടൊപ്പം വരാനിരിക്കുന്ന പരിപാടികളിൽ മുൻകാലത്തെല്ലാം ചെയ്തതുപോലെ എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്തുകൊണ്ട് ഫെബ്രുവരി 7-8 തീയതികളിൽ നടക്കുന്ന പരിപാടി വമ്പിച്ച വിജയമാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. 7-ാം തീയതി നടക്കുന്ന പരിപാടിയിൽ കേരളത്തിലെ അറിയപ്പെടുന്ന ഗസൽ ഗായകൻ അലോഷി നമ്മുടെ ഗ്രാമത്തിലെത്തി പാടുകയാണ്. അന്നത്തെ സാംസ്കാരിക സന്ധ്യ ഉദ്ഘാടനം ചെയ്യുന്നത് പ്രശസ്ത നടിയും വാഗ്മിയുമായ ഗായത്രി വർഷയാണ്. തുടർന്ന് 8-ാം തീയതി നാട്ടിലെ 100ഓളം വരുന്ന കലാകാരികളും കലാകാരന്മാരും ഒന്നിച്ചണിനിരക്കുന്ന സംഗീത നാടക മെഗാ ഷോയാണ്. അത് ഇതിനു മുമ്പും നമ്മൾ അത്തരം ഒരു പരിപാടി നടത്തിയത് ആളുകൾക്കൊക്കെ വളരെ ആവേശവും നല്ല അഭിപ്രായവും ഉണ്ടാക്കിയിട്ടുള്ള പരിപാടി. അതിനെയും മറികടക്കുന്ന രീതിയിലേക്ക് ഈ വർഷത്തെ കലോത്സവം പോകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കലോത്സവത്തിലും സാംസ്കാരിക പരിപാടികളിലും സാന്നിധ്യമാവാനും സഹകരിക്കുവാനും പങ്കെടുക്കുവാനും ഈ നാട്ടിലെ മുഴുവൻ ആളുകളും തയ്യാറാകും എന്ന പ്രതീക്ഷയോടെ ഏവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്.